ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ കൊടുത്തിരിക്കുന്ന ഒരുപാട് പ്ലാന്റ്സ് ഒന്നുമില്ല, 2 സെറ്റാണ് വരുന്നത്. 2 പ്ലാന്റിൻ്റെ കോംബോ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് പ്ലാന്റ്സും അതുപോലെ തന്നെ ബാൽസം പ്ലാന്റുമാണ്. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു പ്ലാന്റ്സാണ് ഇവ രണ്ടിൻ്റെയും പോട്ടിങ്സ് ഏകദേശം ഒരേപോലെയാണ്. അതുപോലെ തന്നെ കെയറിങ് ഒക്കെ സെയിം ആണ് വരുന്നത്. എല്ലാ കാര്യങ്ങളും ഏകദേശം സെയിം ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്ലാന്റ് എത്ര കളറുകളാണ്, അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എങ്ങനെയാണ് വരുന്നത് എല്ലാം ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു അച്ചീവ്മെൻറ്റ്സ് പ്ലാൻസിൻ്റെ റേറ്റും അതുപോലെ തന്നെ കെയറിങ്ങും പോട്ടിങ്സും എല്ലാം ഈ ഒരു വീഡിയോയിൽ തന്നെ പറയുന്നതാണ്. അച്ചീവ്മെൻറ്റ്സ് മാത്രമല്ല, ബാൽസം പ്ലാന്റിൻ്റെ സെയിം ആണ് വരുന്നത്. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ചെറിയതായിട്ടുള്ള കുറച്ച് മാറ്റങ്ങൾ മാത്രമേ നമ്മുടെ ഈ ഒരു അച്ചീവ്മെൻറ്റ്സിനും അതുപോലെ തന്നെ ബാൽസം പ്ലാന്റിനും വരുന്നുള്ളൂ. അതുപോലെ നിങ്ങളോട് എടുത്തു പറയാനുള്ള കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പുതിയൊരു ഓണം ഓഫറിൽ ഇട്ടിരിക്കുന്ന വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന കുറേ പ്ലാൻസ് അതിൽ ഇട്ടിട്ടുണ്ട്. അതും ഒരുപാട് ഡിസ്കൗണ്ടിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് വാച്ച് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളാവുന്ന കുറച്ച് അധികം പ്ലാന്റ്സ് അതിനകത്തുണ്ട്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് അതുപോലെ തന്നെ പോട്ടി മിക്സ്, കെയറിങ്, കളറുകളൊക്കെ ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് വാച്ച് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. നമ്മുടെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് പ്ലാന്റ്സ് ആണ് വരുന്നത്. അച്ചീവ്മെൻറ്റ്സ് പ്ലാന്റ്സിന് 10 വെറൈറ്റീസിന് വരുന്ന റേറ്റാണ് 370 രൂപ എന്ന് പറയുന്നത്. ഏറ്റവും റേറ്റ് കുറവാണ്. ഹൈബ്രിഡ് പ്ലാന്റ്സ് ആണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ് നമ്മുടെ ഈ ഒരു അച്ചീവ്മെൻറ്റ്സ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. വാങ്ങിച്ചു വെച്ച് ഒരു 3-4 ആഴ്ചക്കുള്ളിൽ നമുക്ക് ഒരുപാട് പൂക്കൾ വരുന്നൊരു ചെടിയും കൂടിയാണ് നമ്മുടെ ഈ ഒരു അച്ചീവ്മെൻറ്റ്സ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഇതിൽ ഓരോ കളറുകൾ നോട്ട് ചെയ്ത് പോകുക. കാരണം ഈ ഒരു കളറിലുള്ള പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത്. കൂടെ തന്നെ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് 370 ഞാൻ പറഞ്ഞു. ഇതിന് മുമ്പ് കൊടുത്തിരിക്കുന്ന വീഡിയോയിലുള്ളതെന്ന് പറയുമ്പോൾ അത്യാവശ്യം റേറ്റ് കൂടിയ പ്ലാന്റാണ്. നമ്മൾ മുമ്പ് കൊടുത്തിരുന്ന 550 രൂപയ്ക്കാണ്. ഇപ്പോൾ പരമാവധി റേറ്റ് കുറച്ച് ഡിസ്കൗണ്ടിലാണ് കൊടുക്കുന്നത്. 370 രൂപയ്ക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ഇത് ഈ ഒരു 2 ആഴ്ചത്തേക്ക് മാത്രം നിലനിൽക്കുന്ന ഒരു വമ്പൻ ഓഫറാണ്. അപ്പോൾ മിസ് ചെയ്യാണ്ട് പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളുക. പ്ലാന്റിൽ പലതിലും ഫ്ലവറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യുക നിങ്ങൾ. ഈ ഒരു വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന സൈസിൽ തന്നെയുള്ള പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ പോട്ടിങ്സ് എന്ന് പറയുന്നത് മണ്ണ്, ചകിരിച്ചോറ്, ചാണകപ്പൊടി എന്നിവയാണ് പോട്ടിങ്സ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ചാണകപ്പൊടിയും ചകിരിച്ചോറും കുറച്ച് അധികമായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഒരുപാട് വെള്ളം കെട്ടി നിൽക്കുന്ന രീതിയിൽ നമ്മൾ ഈ ഒരു ചെടിയിൽ വെള്ളം അധികമായിട്ട് ഒഴിച്ചു കൊടുക്കരുത്. ഒരു ജസ്റ്റ് ഒന്ന് ചെടിയിൽ നിന്ന് നിറഞ്ഞ്, അതായത് പോട്ടിൽ നിന്ന് നിറഞ്ഞ് ഒഴുകുന്ന രീതിയിലുള്ള പോട്ട് നമ്മൾ നോക്കിയെടുക്കണം. അതായത് നമ്മുടെ പോട്ടിൽ നല്ല ഹോൾ ഉണ്ടോ എന്നൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മുടെ ഈ ഒരു പ്ലാന്റ് നട്ടു വെക്കാനായിട്ട്. അതുപോലെ തന്നെ ഒരുപാട് വെയിൽ കൊള്ളുന്ന സ്ഥലങ്ങളിൽ ഈ ഒരു ചെടി വെക്കരുത്. പെട്ടെന്ന് തന്നെ കരിയുകയും ചെയ്യും, അതുപോലെ തന്നെ നാശമാവുകയും ചെയ്യും. അപ്പം ഒരുപാട് വെയിൽ കിട്ടാത്ത സ്ഥലങ്ങളിൽ വേണം നമ്മൾ വെക്കാനായി. അതായത് രാവിലത്തെ വൈകുന്നേരത്തെ വെയിൽ കിട്ടുന്ന സ്ഥലങ്ങളിൽ, ചെറുതായി കിട്ടുന്ന സ്ഥലങ്ങളിൽ മാത്രമായിട്ട് ഈ ഒരു പ്ലാന്റ് വെക്കുക. അപ്പം നന്നായിട്ട് വെള്ളമൊന്നും നനച്ചു കൊടുക്കുക. നനയ്ക്കുമ്പോൾ ഒരുപാട് കൂടി അങ്ങ് നനയ്ക്കരുത്. ഒരു മീഡിയം നനവ് എന്തായാലും നമുക്ക് ചെടിക്ക് ആവശ്യമാണ്. ഒരു നേരം നനയ്ക്കുക. അത് മോർണിംഗ് ആണെങ്കിൽ ഏറ്റവും ബെറ്ററാണ്. ഞാൻ എല്ലാവരോടും പറയുന്ന ഒരേ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ചെടി നനയ്ക്കുമ്പോൾ മോർണിംഗ് പരമാവധി നനയ്ക്കുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈവനിങ് ആകുമ്പോഴത്തേക്ക് നമ്മൾ ചെടിയിലെ വെള്ളം മൊത്തം വലിച്ചെടുക്കുന്നതാണ്. അതല്ല, ഈവനിങ്ങാണ് ഒഴിക്കുന്നെങ്കിൽ നമുക്ക് വെയിലധികം കിട്ടാണ്ടാകുമ്പോൾ നമ്മുടെ ഈ ഒരു ചെടിയിൽ വെള്ളം കെട്ടിക്കിടന്നിട്ട് നമ്മുടെ പ്ലാന്റ് പെട്ടെന്ന് നാശമാവും. അതുകൊണ്ടാണ് പറയുന്നത് മോർണിംഗ് പരമാവധി വെള്ളം ഒഴിക്കുക. ഇതിപ്പോൾ കൊടുക്കുന്ന പ്ലാന്റ്സിൻ്റെ സൈസാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഇത്രയും ഉണ്ടാവും കേട്ടോ. വേരൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ബാൽസം പ്ലാന്റ് ആണ് വരുന്നത്. 10 കളറിന് 270 രൂപയേ വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ചാൻസ് മിസ് ചെയ്യാണ്ട് പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളും. നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത്. നല്ല ഹൈബ്രിഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത്. പ്ലാന്റിൻ്റെ സൈസാണ് ഈ കാണിച്ചിരിക്കുന്നത്. നമ്മൾ ഈ ബാൽസം ആയാലും അച്ചീവ്മെൻറ്റ്സ് ആയാലും സെയിം പോട്ടിങ്സ് തന്നെയാണ് കേട്ടോ വരുന്നത്. വ്യത്യാസമൊന്നുമില്ല. നമുക്ക് ഈ ഒരു 2 കാര്യങ്ങളും ഏകദേശം ഒരേപോലെയാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ട. ഒരുപാട് വെയിലൊന്നും ഈ 2 ചെടിക്കും പറ്റില്ല. ഇതിപ്പോൾ എടുത്തിരിക്കുന്ന വെള്ളത്തണ്ട് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് കേട്ടോ ഈ കാണിച്ചിരിക്കുന്നത്. ഈ ചെടിയുടെ തണ്ട് കണ്ടോ, വെള്ളത്തണ്ടാണ് ഈ വന്നിരിക്കുന്നത്. ഈ ഒരു തണ്ട് വരുന്ന ചെടികൾക്ക് അധികം വെള്ളം ഒഴിച്ചു കൊടുക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വെള്ളത്തണ്ട് നമുക്ക് നമ്മുടെ ചെടിയിൽ ഒഴിക്കുന്ന വെള്ളം അത്രയും പിടിച്ചു വെക്കുന്ന ഒരു ചെടിയാണ്. അതായത് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന എത്രയാണോ അതനുസരിച്ച് ശേഖരിച്ച് വെക്കുന്ന ഒരു ചെടിയാണ് വെള്ളത്തണ്ട് വരുന്നത്.
കാണുന്ന ഭാഗം എന്ന് പറയുന്നത്. ഇതൊക്കെ വെള്ളത്തണ്ടിൽ ഉള്ളൊരു ഭാഗമാണ്. അപ്പോൾ ചെറിയതായിട്ട് കുറച്ച് ഡാർക്ക് റെഡ് വരുന്നതൊന്നും കുഴപ്പമില്ല, അതിലൊക്കെ അത്യാവശ്യം നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. വെള്ളത്തണ്ട് വരുന്ന ഭാഗത്ത് നമുക്ക് അധികം വെള്ളമായിട്ട് ഒഴിച്ചു കൊടുക്കണ്ട, ചെറുതായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി, പെട്ടെന്ന് നാശമാവും. അതുകൊണ്ടാണ് പറയുന്നത്, ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം എടുത്ത് പറയുന്നത്. അധികം പേർക്കൊന്നും അറിയില്ല, അതുകൊണ്ടാണ് ഈ ഒരു കാര്യം എടുത്ത് പറയുന്നത്. ഈ കാണിച്ചിരിക്കുന്ന വെള്ളത്തണ്ടിന് അധികം വെള്ളം പാടില്ല, കുറച്ചായിട്ടേ ഒഴിച്ചു കൊടുക്കാവൂ കേട്ടോ. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത്. നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ചീവ്മെൻറ്റ്സിനായാലും അതുപോലെ തന്നെ ബാൽസം പ്ലാന്റിനായാലും നമ്മൾ സാഫ് ഉപയോഗിച്ചിട്ടേ നട്ടു വെക്കാവൂ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഫംഗൽ ഇൻഫെക്ഷൻ വരുന്ന ഒരേ ഒരു ചെടി അച്ചീവ്മെൻറ്റ്സും അതുപോലെ തന്നെ ബാൽസം പ്ലാന്റുമാണ്. അപ്പോൾ നമ്മൾ പോട്ടി മിക്സിലേക്ക് സാഫ് ഇച്ചിരി ഒരു അളവിലെടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു പ്ലാന്റ് നട്ടു വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പുഴുക്കേടുകൾ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ഇച്ചിരി വെള്ളത്തിൽ ഒരു രൂപേൻ്റെ ഷാമ്പു ഒന്ന് പൊട്ടിച്ചൊഴിച്ച് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മുടെ ഈ ഇലകൾക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ടൊന്നും ചെയ്ത് പോകുക. അങ്ങനെ എന്തെങ്കിലും കണ്ടുവരുവാണെങ്കിൽ ചെയ്യുക. നമ്മുടെ ചെടിക്ക് നാശമാകാതിരിക്കാൻ വേണ്ടി നമുക്കങ്ങനെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നതാണ് പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ഹൈബ്രിഡ് പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത്. പെട്ടെന്ന് തന്നെ ഫ്ലവർ ഉണ്ടാകും കേട്ടോ. 3 ആഴ്ച തന്നെ ധാരാളം, പെട്ടെന്ന് തന്നെ ചെടി വളർന്ന് ഫ്ലവർ ആയിക്കോളും. നമ്മൾ കൊടുക്കുന്ന ചില ചെടികളിൽ ഫ്ലവർ മുട്ടൊക്കെ ആയിട്ടുണ്ട്. അത് ഈ ജിഫി ബാഗോട് കൂടി വരുന്ന പ്ലാന്റും കൂടിയാണ്. അപ്പോൾ ഇപ്പം തന്നെ ചെറുതായിട്ട് മുട്ടൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒട്ടും മിസ് ചെയ്യാണ്ട് പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളും. നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത്. ഈ ഒരു പ്ലാന്റ് ഈ ഇത്രയും റേറ്റ് കുറച്ചിട്ട് കിട്ടുന്ന സമയത്ത് പരമാവധി കളക്ട് ചെയ്യുക, എല്ലാവരോടും അതേ പറയാനുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ഒരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.